നിങ്ങളെ കയ്യിൽ ഇപ്പോൾ ഈ അജ്രക്ക് മാത്രമേ ഉള്ളൂ. അജ്രക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചുവപ്പായാലും നീലായാലും മെറൂണായാലും 3 കളറല്ലേ അതിൽ വരുന്നുള്ളൂ. അപ്പോൾ അത് 1-2 പീസ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ അടുത്ത കളർ തന്നെ ആരെങ്കിലും എടുക്കുമോ? അപ്പോൾ എപ്പോഴും എല്ലാവർക്കും വേണ്ടത് കുറച്ച് കുറഞ്ഞതുണ്ടോ എന്ന് ചോദിക്കണോലാണ്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ആ മെറ്റീരിയലൊക്കെ ഏറ്റവും കുറഞ്ഞ മെറ്റീരിയലാണ്. 130, 140 അങ്ങനെ വരുന്ന മെറ്റീരിയലാണ്. ഇതെല്ലാം 170 വരുന്ന വർദ്ധമാന യൂണിവേഴ്സൽ ശൈലജ അതിൻ്റെ മെറ്റീരിയലാണ്. മിക്സ് മാച്ച് മെറ്റീരിയലാണ്. മിക്സ് മാച്ചിൻ്റെ ഇതിൻ്റെ 3 മോഡലിൻ്റെയും ഓരോ കെട്ടി വീതമുണ്ട്. അപ്പോൾ വേണ്ടോല് ഇതിലേക്ക് ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ ഫോട്ടോസ് അയച്ചുതരാം. മോഡലിന് വേണ്ടിയിട്ട് എല്ലാത്തുനിന്നും ഓരോ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിൽ നിർത്തി കാണിച്ചു തരാം. പിന്നെ അജ്രക്ക് 370, 290 കുറച്ചുണ്ട്. ഇപ്രാവശ്യം ഞാൻ ഈ തിങ്കളാഴ്ച ഞാൻ സാധനം എടുത്തത് 3 പീസുകളായിരുന്നു. കാവ്യൻ്റെ 3 പീസും സൂര്യജ്യോതിൻ്റെ മെറ്റീരിയലിനും കുറേ ആൾക്കാർ ചോദിച്ചതുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മെറ്റീരിയൽ എടുക്കണോടത്ത് എന്താ വെച്ചാൽ എന്തെങ്കിലും ആയിട്ട് 100 പീസ് എടുത്തെങ്കിൽ മാത്രമേ പോലും എനിക്ക് വണ്ടി നിർത്തി തരുള്ളൂ, സാധനം തരുള്ളൂ. ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അത് ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്, എന്നാലും അത് ചോദിക്കണോലുണ്ട്. അതുകൊണ്ടാണ് പറയേണ്ടത്. മലപ്പുറം ചെമ്മാടാണ് എൻ്റെ വീട്. പിന്നെ ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ടാണ് ഞങ്ങൾ വീട്ടിൽ വന്നെടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കസ്റ്റമർക്കും ഞാൻ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിച്ച് വരുന്ന പോലെ ഉണ്ട്. പക്ഷേ ഗ്രൂപ്പ് ഉണ്ട്, അത് നമ്മളെ നാട്ടിലുള്ളവരെ മാത്രം ചേർത്തിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ഉള്ളവർക്ക് ഞാൻ വേറെ ഒരു ഫോൺ നമ്പർ ഉണ്ട്, ഞാൻ പുറമേ ആർക്കും കൊടുക്കാത്ത, യൂട്യൂബിൽ കൊടുക്കാറില്ല. ആ ഒരു ഫോൺ ഞാൻ വീട്ടിൽ മാത്രമാണ് വെക്കാറുള്ളത്. വിളിച്ചാലൊന്നും കിട്ടില്ല, വാട്സപ്പ് ഓൺലിയാണ്. ഈ നമ്പറാണ് എനിക്ക് കോളും കിട്ടുക, വീട്ടിലും വാട്സപ്പിലും കിട്ടുക. അതുപോലെ GPay നമ്പറും ഇതാണ് ഞാൻ പബ്ലിക് ആക്കിയിട്ടുള്ള നമ്പർ. അപ്പോൾ കുറേ നമ്പർ ആഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാവും, അതെന്ന് വെച്ചിട്ടാണ് ഇതിങ്ങനെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ നാട്ടുകാർക്കും നമ്മളെ ഒരുവിധം കുടുംബക്കാർക്കൊന്നും ഒരുവിധം ആ നമ്പർ അറിയില്ല കേട്ടോ. ആ ഒരു നമ്പർ ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം തന്നെ എന്താ വെച്ചാൽ ചിലരുണ്ടല്ലോ നമ്മൾ മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ എത്ര വെച്ചിട്ട് അങ്ങനെ നമുക്ക് വേണ്ട പരസ്യങ്ങളൊക്കെ കൊടുക്കാം. ഇപ്പോൾ കുടുംബക്കാരൊക്കെ കാണുന്നവരും നമ്മളെ ട്രോളാനും പറയാനൊക്കെ ആൾക്കാരുണ്ടാവും. എന്ന് വെച്ചിട്ട് നമ്മളെ പോലെ പേടിച്ചിട്ട് ഒന്നിനും നിൽക്കില്ല, അതുകൊണ്ടല്ല. എന്നാലും ഒരവസരം ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് ആ ഒരു ഫോൺ നമ്പർ ഞാൻ എൻ്റെ അടുത്ത് സാധനം എടുക്കുന്ന കസ്റ്റമേഴ്സിനെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള അതന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ ഉമ്മ അപ്പ, ഞാൻ തറവാട്ട് വീട്ടിലാണ്. തൊട്ടടുത്ത് തന്നെ മുത്തച്ഛന്മാരും ഇളച്ചന്മാരും എല്ലാവരും ഫാമിലി ഉള്ളതാണ്. അപ്പോൾ ഞാനിതിങ്ങനെ പുറമുള്ള ആൾക്കാരൊക്കെ വരലും പോവലൊക്കെ ആകുമ്പോൾ അത് വേറെ പിന്നെ നമുക്ക് വെറുതെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണ്ടല്ലോ, ഉള്ളത് നഷ്ടപ്പെടുത്തിയിട്ടൊരു കളിക്ക് നിൽക്കണ്ടെന്ന് വെച്ചിട്ട് ആണ് ഈ രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ അൽഹംദുലില്ലാ സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തിനും ഒരു ഏറിന് എന്താ പറയുക, ഒരു അവസരത്തിന് കാത്തു നിൽക്കണ പോലെ ഇടയ്ക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഫോട്ടോസ് അയച്ചിട്ട്. അതിന് ഇഷ്ടമുള്ള നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഒരുവിധം പേർക്കൊക്കെ ആദ്യമായിട്ടാകുമ്പോൾ ചിലവർക്കൊക്കെ പൈസ ഇതാക്കാൻ പേടിയാണ്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യലുണ്ട്, ചെമ്മാട് സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ അപ്പോൾ നമുക്ക് കൊറിയർ ചാർജും ഇതൊന്നും വേണ്ട, ഞാനത് നേരിട്ട് സ്റ്റാൻഡിൽ എത്തിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ടൈമില്ലെങ്കിൽ കാക്കുമെങ്കിലും ആയിട്ട് പറയുന്ന ടൈമിൽ എത്തിച്ചു കൊടുക്കലുണ്ട്. അപ്പോൾ നേരിട്ട് ക്യാഷ് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി ആക്കാത്തത്. പോസ്റ്റ്മാൻ്റെ കയ്യിൽ അങ്ങനെ ക്യാഷ് ഓൺ ഡെലിവറി ആക്കിയിട്ട് സാധനം അയക്കാറില്ല. അങ്ങനെ 3-4 പേര് അങ്ങനെ ആയിട്ട് നമുക്ക് കിട്ടാൻ പ്രയാസം, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വിളിച്ചലും പറിച്ചിലും കൂടി ആയിട്ട് അത് വേറൊരു തലവേദനയാണ്. അതുകൊണ്ടാണോ ആ ഒരു രീതിക്ക് ആക്കാത്തത്. ഇനി ഒന്നും കൂടെ നമ്മൾ മെച്ചപ്പെടട്ടെ, എന്നിട്ട് നമുക്ക് ഒക്കെ സെറ്റാക്കാം. ഇപ്പോൾ ഇതെല്ലാം ശൈലജൻ്റെ മിക്സ് മാച്ച് മെറ്റീരിയൽ. എന്തിനാണ് ഈ മിക്സ് മാച്ച് ചോദിക്കലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നീല കളറ് അതൊന്നും കൂടി ഭംഗി കൊടുക്കും. അതിൻ്റെ അപ്പുറത്തുള്ള ആ ഒരു മെറ്റീരിയൽ ഇതിൻ്റെ നെക്കിനും കൈക്കൊക്കെ വേറെ മോഡൽ വന്നിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പകുതി ഭാഗം മറ്റേ കളറും പകുതി ഭാഗം ഈ കളർ അങ്ങനെയൊക്കെ ആയിട്ട് ചേരാത്ത അലുവയും മത്തിക്കറി എന്ന് പറയാം, ചേരാത്തതിനെ ചേർത്തടിക്കുമ്പോൾ ഒന്നും കൂടി ഭംഗി കൂടുന്ന ഒരു മെറ്റീരിയലാണ് മിക്സ് മാച്ച് മെറ്റീരിയൽ പറയുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഒന്ന് ടോപ്പോ ഒന്ന് കാലും ആക്കിയിട്ട് ഒരു പ്ലെയിൻ ഷാൾ എടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. ഇതെല്ലാം 290 മെറ്റീരിയലാണ്. ഇതിൽ 320 ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇപ്പോൾ 320 ഇപ്പോൾ കിട്ടിയിട്ടില്ല. 320 റോയൽ അജ്രക്കിൻ്റെ പീസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇത് മിക്സ് മാച്ച് അല്ല, സാധാ മെറ്റീരിയലാണ്. ഇതിൽ നമുക്ക് 56 സൈസ് വരെ അടിക്കുക 290. ഫുൾ സ്ലീവ് അതുപോലെ 58-60 സൈസൊക്കെ വേണ്ടവർക്ക് നമുക്ക് 370 തന്നെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് തികയൂല. 56ൻ്റെ ഫ്രീ സൈസ്. ഒരുവിധം നൈറ്റി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനെയുള്ള മെറ്റീരിയൽ പകുതി മജറക്കിൻ്റെത് പകുതി അങ്ങനെ ആക്കിയിട്ട് എടുക്കണതാവും നന്നാവുക. നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഭാഗത്തും കാര്യങ്ങളും പിന്നെ അതുപോലെ ക്ഷീണവും കാര്യങ്ങളും ഇപ്രാവശ്യം ഡബിള് ക്ഷീണമാവും. നല്ല ചൂടിലാണ് നോമ്പ്. അപ്പോൾ ഒക്കെ ആകുമ്പോൾ അടിക്കാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ കുറച്ച് സ്റ്റിച്ച് ചെയ്തൊക്കെ വെച്ചാൽ നന്നാവും.
അപ്പോൾ കുറച്ച് തൊഴിലുറപ്പിൻ്റെ ആളുകൾ അങ്ങനെയൊക്കെ അതുപോലെ വെട്ടിപ്പടിക്കാൻ അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ആ 140ൻ്റെ മെറ്റീരിയൽ എടുക്കാം. അത് ഹോൾസെയിൽ റേറ്റ് ആണ് പറഞ്ഞത് 140 വെച്ചിട്ട്. അത് വലിയൊരു ക്വാളിറ്റി ഉണ്ടാവില്ല. കുമുദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു തുണിയാണ്. പിന്നെ അതുപോലെ ശിവാനി, രാഹുൽ, ഇത് അതിലൊക്കെ പെട്ടിട്ടുള്ള തുണിയാണ്. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ ഒൻപലിൽ ഒന്നാണ്ട് കയറി പോകും. അതുപോലെ ചിലപ്പോൾ കളറും പോയിന്ന് വരും. അജ്രക്ക് ചിലപ്പോൾ ചിലത് കളർ ഇളകാറുണ്ട്. കളർ ഇളകിയാലും അത് നിരക്കൂല. അജ്രക്ക് പ്രിൻറ്റിൻ്റെ പ്രത്യേകത അതാണ്. അജ്രക്ക് ഞാനിതിൽ കാണിച്ചിട്ടില്ല. പുതിയ സ്റ്റോക്ക് അജ്രക്ക് ഞാൻ എടുത്തിട്ടില്ല. ഇതാണ് എടുത്തിട്ടുള്ളത്. ഇതും 3 പീസും. അജ്രക്കിൻ്റെ 290 കുറച്ച് സ്റ്റോക്കുകളുണ്ട്. അത് വേണ്ടവർക്ക് ഞാൻ മിന്നാന്നിട്ട വീഡിയോയിലുള്ളത് കുറച്ച് അധികം എടുത്തിരുന്നു ഇപ്രാവശ്യം. എന്താണെന്ന് വെച്ചാൽ ഇനി ശനിയാഴ്ച അവർ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ച അല്ല, ബുധനാഴ്ച, നാളെ അവർ വരുന്നില്ല. അവർക്കെന്തോ ശനിയാഴ്ച വരും. അപ്പോൾ ഇനി കാവ്യൻ്റെ ബാഗ് ഇപ്പോൾ ഉണ്ടായിരുന്നതെല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും കാവ്യൻ്റെ ബാഗായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. ഇതും ഒരു മിക്സ് മാച്ച് മെറ്റീരിയലാണ്. ഈ മിക്സ് മാച്ച് അല്ലാതെ നമുക്ക് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പുറമേന്ന് ഞങ്ങൾ എടുക്കുമ്പോൾ കടയിലൊക്കെ പോയി എടുക്കുമ്പോൾ ഏറ്റവും നല്ലത് ഏത് മെറ്റീരിയലാണെന്ന് ചോദിച്ചിരുന്നു. ഒരാൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞ്, ഞാൻ കോഴിക്കോട് നിങ്ങൾ പറഞ്ഞില്ലേ കെട്ടുന്നെടുക്കണം എന്ന്, അങ്ങനത്തെ ഡിമാൻഡൊന്നുമില്ല, ഞാൻ പോയിക്കാണ്ട് 10-40 പീസ് എടുത്ത് കൊണ്ടുവന്ന് ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ അങ്ങനെ കെട്ടുന്നല്ലാതെ നമുക്ക് മെറ്റീരിയൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉറപ്പിച്ചോളി. അത് ബ്രാൻഡ് മെറ്റീരിയൽ ആവില്ല. അത് ശിവാനി, രാഹുൽ, പിന്നെ അതുപോലെ രാഹുൽ വലിയൊരു കുഴപ്പമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് കയറി പോകുന്നുണ്ട്. കുമുദ്, പത്മപ്രിയ, കനകറിയ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. ഷോണ, ധ്രുവ് എന്നൊക്കെ പറയും. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കേടായി പോകേണ്ട മെറ്റീരിയലാണ്. ഏറ്റവും നല്ലത് ഒന്നുക്ക് വർദ്ധമാൻ, അതല്ലെങ്കിൽ ശൈലജ, ഭാരത്, നീലം എന്ന് പറഞ്ഞിട്ടുള്ള തുണി നല്ല തുണിയാണ്. അതിൽ നല്ല വെറൈറ്റി ഇത് നീലം എന്നുള്ള പ്രിൻ്റാണിത്. വെറൈറ്റി പ്രിൻ്റായിട്ടാണ് അതിൽ വരിക. അത്യാവശ്യം നല്ല GSM ഉണ്ടാവും. ഒരു 250 GSM ഉള്ള തുണിയാണോ എന്ന് ചോദിച്ചിട്ട് വാങ്ങുക. അതുപോലെ വർദ്ധമാൻ, യൂണിവേഴ്സൽ, ശൈലജ, ഭാരത്, നീലം അങ്ങനെയുള്ളതാണോ എന്ന് നോക്കുക. അതുപോലെ മഹാവീറിൻ്റെയും കുഴപ്പമില്ല കേട്ടോ. മഹാവീറും അത്യാവശ്യം നല്ല ഇതുള്ളതാണ്. അജ്രക്കിലാണ് എടുക്കുന്നതെങ്കിൽ കുമാർ, അതുപോലെ ദുൽഹൻ, അതുപോലെ DCM അങ്ങനെയുള്ള എടുക്കുക. DCM സാധാ മെറ്റീരിയൽ DCM അല്ലാതെ എടുക്കാത്തതാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് നല്ലോണം കളർ ഇളകും. മറ്റുള്ള മെറ്റീരിയലിനേക്കാളും റേറ്റ് കൂടുതലുമാണ് സാധാ മെറ്റീരിയലിൽ DCMന് വരിക. അപ്പോൾ നമ്മൾ എവിടെയാണോ 10 രൂപ കുറവ് അത് നോക്കണ്ടല്ലേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളെ നാട്ടിൽ തന്നെ കിട്ടുമോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് മറ്റുള്ളവരത് നോക്കിയാൽ മതി. ഇനി ഓൺലൈനിൽ എടുക്കുകയാണെങ്കിൽ തന്നെ അവരോട് ക്ലോത്ത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് എടുക്കുക. 40 പീസ് എടുത്ത് കൊണ്ടുവന്നിട്ട് ആയിത്താത്ത ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ്, നിങ്ങളങ്ങനെയല്ല പറഞ്ഞു, ഞാൻ കോഴിക്കോട് നിന്ന് എടുത്ത ടൈമിൽ എനിക്ക് അങ്ങനെ ഒരു മോഡലിൽ 4-5 കളറുണ്ടെങ്കിൽ അത്രയും കളർ നമ്മൾ എടുക്കണം. അതിൽ ഭംഗിയില്ലാത്ത കളർ ഇവിടെ കിടക്കും. അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് എടുക്കൽ നിർത്തിയത്. ഇപ്പം എനിക്ക് ഇവരെ വണ്ടിക്കാരുടെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള പീസുകൾ ഇഷ്ടമുള്ള അത്ര കളർ എടുക്കുക. അപ്പോൾ പിന്നെ എനിക്ക് ബാക്കിയാവുക എന്നുള്ളൊരു പ്രശ്നം വരും. നമ്മളൊരു 10 എടുത്ത് അതിൽ 4 അവിടെ ബാക്കി കിടന്നാൽ പിന്നെ നമ്മളെ ലാഭം അവിടെ കാണൂലല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ മടുത്തിട്ട് ഇത് നിർത്തലൊക്കെ വരേണ്ടത്. അപ്പോൾ ഇപ്പം എനിക്ക് ആ പ്രശ്നം വരുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുകയും ചെയ്ത്, നിങ്ങളെ ഇതിൽ കാണണൊക്കെ മാറ്റത്തെ തുണി തന്നെ നല്ല തുണികളാണ്, നല്ല രസമുണ്ട്, എല്ലാവരും എടുത്തിക്കണ് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ താത്താനെ മടുപ്പിക്കണ്ട, നല്ല തുണി നമ്മളൊരിത് പറഞ്ഞു കണ്ടതാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാനൊന്നും പറഞ്ഞു. 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം താത്ത പറഞ്ഞ്, ഞാൻ ആദ്യം അടിച്ചു കൊടുത്ത പോലൊക്കെ ഇങ്ങോട്ട് തന്നെ കൊടു നിൽക്കുകയാണ്, പയൻ തുണി അയക്കണ പറഞ്ഞുകൊണ്ട്. എന്താ അപ്പോൾ നോക്കിയപ്പോൾ തുണി ഏതാന്ന് വെച്ചപ്പോൾ പത്മശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള തുണിയാണ്. അതെന്താ വെച്ചാൽ ഈ പാലക്കാടൻ മാക്സികളാണ്. അതൊരു നമുക്ക് കാണുമ്പോൾ നല്ല കട്ടിങ് കനത്തിലൊക്കെ തോന്നും, കഞ്ഞിപ്പശ ഉണ്ടാവും കൂടുതൽ. പക്ഷെ അത് ഒരു ഒലിമ്പിയാൽ ഒന്നായിട്ടാണ് കയറും ചെയ്യും. പിന്നെ അതുകൊണ്ടൊരു കാര്യം കിട്ടൂല. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക, പണി പറ്റാതെക്കാൻ. നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഏത് ടൈമിലാണോ ആ ടൈമിൽ അടിക്കാനിരിക്കുക. അപ്പോഴാണ് അടിക്കുന്നതും കാര്യങ്ങളൊക്കെ വൃത്തിയാവുക. ഒന്ന് അയണൊക്കെ ചെയ്ത് ഒന്ന് വൃത്തിയിൽ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളെ സ്വഭാവം ഒന്നും കൂടി മാറ്റി. നിങ്ങളെ സ്ഥിരമുള്ള സ്വഭാവം മാറ്റണം എന്നല്ല, മറ്റുള്ളവരോട് ഒന്നുകൂടി ഫ്രണ്ട്ലി ആയിട്ടൊക്കെ പെരുമാറുക. ഒന്നെടുക്കാൻ വരുന്നവർക്ക് 2 എടുക്കാൻ തോന്നുന്ന രീതിയിലുള്ള മെറ്റീരിയലുകൾ സെലക്ട് ചെയ്യുക. ഇത്തരം കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ ബിസിനസ് ഉഷാറാക്കാം ഇൻഷാ അല്ലാഹ്.